നമസ്കാരം. കേരളത്തിനെതിരെയാണ് വാർത്തയെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊരു ഓണക്കാഴ്ചയാണ്. നമുക്കറിയാം, യുദ്ധം തുടങ്ങി 12 ദിവസം കഴിയുമ്പോൾ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഗ്യാസ് ക്ഷാമം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ക്ഷാമം വരുമെന്നറിയില്ല. ഹോട്ടലുകൾ പല നഗരങ്ങളിലും അടഞ്ഞു കിടക്കുകയാണ്. ഒരു വാർത്ത വഴിയിൽ ഓരത്തുകൂടെ നടന്നു പോകുന്നു എന്നല്ലാതെ അതൊരു ബ്രേക്കിംഗ് വാർത്തയായിട്ടോ അതൊരു പ്രധാന വാർത്തയായിട്ടോ വരുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന പുതിയ കാല മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഇന്ന് ഒരു വാർത്ത വരികയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ ആക്രമിക്കുമ്പോൾ ആയുധമില്ല, വീണ ജോർജിനെതിരെയുള്ള കേസ് പൊളിഞ്ഞു എന്നുള്ളതാണ്. 14 ദിവസം റിമാൻഡ് കാലാവധി കഴിഞ്ഞു. നോക്കൂ, വീണ ജോർജിനെ അവർ വ്യക്തിപരമായി യാത്ര തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ച് അവരെ ആക്രമണ സ്വഭാവത്തിൽ കരിങ്കൊടി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഒരു വനിതാ നേതാവിനെതിരെ, വനിതാ മന്ത്രിക്കെതിരെ ഇന്ന് വരെ കേരളത്തിൽ ഇതുപോലൊരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പക്ഷേ KSUവിന് കിട്ടുന്നത് ഇവിടെ വലിയ പ്രിവിലേജാണ്. നമുക്ക് ആ വാർത്ത ഏഷ്യാനെറ്റ് കൈകാര്യം ചെയ്തൊന്ന് കേൾക്കാം. മാരകായുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കണ്ണൂരിലെ KSU കരിങ്കൊടി പ്രതിഷേധത്തിനെതിരായി വന്ന കേസ്. ഇന്നലെ കോടതിയിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ആയുധമില്ല എന്ന് പോലീസ് തന്നെ മൊഴി നൽകി. ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ മന്ത്രിയുടെ കഴുത്തിൽ ആയുധം കൊണ്ടുള്ള പരിക്കില്ല എന്ന് വ്യക്തമാകുന്നു. പിന്നെ എന്തിനായിരുന്നു നാട് മുഴുവൻ കയറി ഇറങ്ങി നടന്ന SFI DYFI ഒക്കെ അന്ന് പ്രതിഷേധ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ആക്രമണമല്ല, പ്രതിഷേധം ആണ് എന്ന് പറഞ്ഞ നേതാക്കളെയൊക്കെ KSUവിന് കിട്ടുന്ന സ്വീകരണം അതുകൂടി ഒന്ന് കാണാം. കരിങ്കൊടി ഉപയോഗിച്ചുള്ള ഒരു പ്രതിഷേധമാണ്. പക്ഷേ ആ ഒരു സമയത്ത് കരിങ്കൊടി പ്രതിഷേധത്തെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്താണ് ഗവർണർക്കെതിരെ ഒരു വർഷം മുമ്പ് വലിയ പ്രതിഷേധം, 1, 2, 3, 4, 5 ആളുകൾ വെച്ചിട്ടുള്ള ഈ പ്രതിഷേധമല്ല, ആയിരക്കണക്കിന് കുട്ടികൾ നിരന്ന് നിന്നുള്ള വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടാകുമ്പോൾ അന്ന് KSUകാർ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇവർ 5 പേരുടെ സമരം മാത്രമാണ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അത് ക്യാമറമാരുടെ മുമ്പിൽ മാത്രം. അത്തരം സമരം നടക്കുമ്പോൾ അതിൽ പെൺകുട്ടികളടക്കം ജയിലിൽ 14 ദിവസം റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വരുമ്പോൾ അതിനെതിരെ ഒരു വാർത്ത പോലും ചെയ്യാത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പോലീസ് ഒത്താശയോടെ ബാനർ ഉയർത്തിപ്പിടിച്ച് വഴിയിൽ നിന്ന് ഒരുപറ്റം SFIക്കാർ ഗവർണറെ തടയുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു. ഗവർണർ ഏറിയാൽ ഒന്നിറങ്ങി വിരട്ടിയിട്ട് പോകുമെന്നായിരുന്നു പോലീസിന്റെയും സർക്കാരിന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ ഗവർണർ മുച്ചങ്കനായതുകൊണ്ട് തന്നെ കസേര വലിച്ചിട്ട് വഴിയരികിൽ പ്രതിഷേധിച്ചു. സാക്ഷാൽ DGP തന്നെ ടെലിഫോണിൽ വിളിച്ചിട്ടും പോവാൻ കൂട്ടാക്കാതെ കുത്തിയിരുന്നു. നിവൃത്തിയില്ലാതെ ചടയമംഗലം പോലീസിന് 17 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കേണ്ടി വന്നു. സർക്കാരിന്റെയോ പോലീസിന്റെയോ CPMന്റെയോ കണക്കുകൂട്ടലിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കെതിരെ കേസെടുത്താൽ മാത്രമേ പോകൂ എന്ന പിടിവാശിയിലായിരുന്നു ഗവർണർ. അങ്ങനെയാണ് ചടയമംഗലം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ FIR ഇട്ട് FIRന്റെ കോപ്പിയുമായി ഗവർണറുടെ അടുത്തെത്തി വായിച്ചു കേൾപ്പിച്ച് ഗവർണറുടെ ഓഫീസ് അത് പരിശോധിച്ച് ഉറപ്പാക്കി മടങ്ങി. ഇന്നിപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ, LPG ക്ഷാമം വലിയ രൂക്ഷമായി ബാധിക്കുമ്പോൾ, സാധാരണ ജനങ്ങളുടെ കല്യാണങ്ങൾ അതൊക്കെ മുടങ്ങിപ്പോകുമ്പോൾ, മൃതദേഹം ദഹിപ്പിക്കാനായിട്ട് കഴിയാതെ വരുന്ന അവസ്ഥ പോലും കേരളത്തിൽ ഉണ്ടായി നിൽക്കുമ്പോൾ, ഇവരുടെ പ്രധാന വാർത്ത AKG സെൻറ്റർ ആക്രമണകാലത്ത് 80 ദിവസം CPMനെതിരെ ചർച്ച നടത്തിയവരാണ്. എന്നിട്ടാണ് ഒരു പൊളിഞ്ഞു എന്ന് പറയുന്നത്. കേസ് പൊളിഞ്ഞു എന്ന് പറയാനായിട്ട് ഇവരാണല്ലോ കേസ് നടത്തുന്നത്. ആയുധം കൊണ്ടുള്ള ആക്രമണം എന്ന് മാത്രമേ ഇല്ലാത്തതായിട്ടുള്ളൂ. ആയുധം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയം പ്രകടിപ്പിച്ച കാര്യമാണ്. നോക്കൂ, ഒരു കാര്യം പറയാം. വിനു വിജോൻ്റെ വീട് വീണ ജോർജിൻ്റെ വീടിൻ്റെ അടുത്താണെന്നും ഒരേ പള്ളിക്കാരാണെന്നുള്ളത് നമുക്കറിയാം. വൈരാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരിക്കലും കേരളത്തിൽ വേണ്ടപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് എത്താൻ പോകണില്ല, അറിയപ്പെടുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ആവാൻ പോകണില്ല എന്ന് എല്ലാവർക്കും അറിയാം. BMS പറഞ്ഞ ഒരേ ഒരു യൂണിയൻ മാത്രമുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മരുമോൻ്റെ ചാനലിലിരുന്ന് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ എത്ര പേരുണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. പണ്ടൊക്കെ നിങ്ങളുടെ പിന്നാലെ മാധ്യമങ്ങൾ വരുന്നുണ്ടായിരുന്നു, ഇപ്പം എത്ര പേര് വരുന്നുണ്ട്? പ്രിയ ബിനു വിജോൺ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. നടക്കട്ടെ നിങ്ങളുടെ പരിപാടികൾ.